ഇനിയൊരു ജന്മം കൂടി. അധ്യായം 7. നോവൽ തുടർച്ച. രാവിലെ നീ പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രേട്ടൻ വന്നിരുന്നു. ആഹാ, അമ്മാവൻ്റെ അയത്വമൊക്കെ മാറിയോ? ഇനിയൊരിക്കലും ഈ പടി ചവിട്ടില്ലെന്ന് ശബ്ദമെടുത്തിരുന്ന ആളല്ലേ? മനുഷ്യരല്ലേ, വാശിയും ദേഷ്യമൊക്കെ എന്നും ചുവന്നു നടക്കാൻ പറ്റില്ലല്ലോ. സാഹചര്യങ്ങൾ മാറുമ്പോൾ പറഞ്ഞത് പലതും തിരുത്തേണ്ടിയും മറക്കേണ്ടിയും വരും. ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്ന് പറയും പച്ച മലയാളത്തിൽ. ചെറുപ്പത്തിൻ്റെ തിളപ്പ് രക്തത്തിലുള്ളത് കൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത്. പ്രായമായി വരുമ്പോൾ മനസ്സിലാകും പിടിവാശികൾ എങ്ങനെ അയഞ്ഞു തുടങ്ങുക എന്ന്. ഓഹോ, കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് അമ്മാവൻ എത്ര വയസ്സ് കൂടി? 10ഓ 15ഓ? പ്രായമാകുമ്പോൾ മാറ്റം വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. ഇന്ദുമതിയുടെ മുഖത്ത് നീരസമായി. മനുപ്രസാദ് ചിരിച്ചു. ശരി, സമ്മതിച്ചു. അമ്മാവൻ്റെ മനസ്സൊക്കെ മാറി നല്ലവനായി. ഇടയ്ക്ക് ഞാൻ മറന്നുപോകും, അമ്മാവൻ്റെ സ്ട്രോങ് വക്കീലായിരുന്നല്ലോ അമ്മയെന്ന കാര്യം. പുള്ളിയുടെ ഏത് കേസും വാദിച്ചു ജയിക്കാൻ മിടുക്കിയായിരുന്നല്ലോ. ആ വാക്കുകൾക്കുള്ളിൽ ഭൂതകാലത്തിൽ നിന്ന് നീണ്ടുവരുന്ന നഷ്ടബോധത്തിൻ്റെയും ഹൃദയവേദനയുടെയും മുനയുള്ള ഒരു മുള്ള് തിരികിയിട്ടുണ്ട്. ഇന്ദുമതിയെ അത് കുത്തി നോവിക്കുക തന്നെ ചെയ്തു. ഞാൻ ആർക്കു വേണ്ടിയും വാദിച്ചിട്ടില്ല. അലമ്പും അലേഹിയും ഒഴിവാക്കാൻ വേണ്ടി ചില വിട്ടുവീഴ്ചകൾക്ക് നിർബന്ധിച്ചിട്ടുണ്ടാവും. ആ ആനുകൂല്യം നിനക്കും തന്നിട്ടുണ്ട്. മനുപ്രസാദ് കണ്ണു ചിമ്മി. അത് വിട്. എന്തുപറ്റി അമ്മാവൻ ഇങ്ങോട്ട് വരാൻ? എന്തെങ്കിലും കാര്യം കാണുമല്ലോ. പറഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ദേഷ്യം വരും. ചന്ദ്രേട്ടൻ്റെ നിസ്സഹായത കൊണ്ട് പറഞ്ഞതാണെന്ന് കരുതി ക്ഷമയോടെ കേൾക്കണം. ഇന്ദുമതി ജാമ്യാപേക്ഷ സമർപ്പിച്ചു. വളച്ചു കെട്ടാതെ കാര്യം പറയാമേ. ഇന്ദുമതി ഒന്ന് ശ്വാസമെടുത്തു. വിദ്യയ്ക്ക് അവർ ചില ആലോചനകളൊക്കെ നോക്കുന്നുണ്ടെന്ന്. ഒരു പുനർവിവാഹത്തിന്. മനുപ്രസാദിൻ്റെ ചലിച്ചുകൊണ്ടിരുന്ന വലതുകരം പാത്രത്തിനുള്ളിൽ വേഗം കുറഞ്ഞ് നിശ്ചലമായി. അവൻ സാവധാനം ചോറ് ചവച്ചിറക്കി. ഇത്ര പെട്ടെന്നോ? അവളുടെ ഭർത്താവ് മരിച്ചിട്ട് അധികമായില്ലല്ലോ. ചന്ദ്രേട്ടന് വലിയ ടെൻഷനുണ്ട്. 23 വയസ്സിൽ കെടുത്തി മാറ്റി വെക്കാനുള്ളതല്ലല്ലോ ഒരു പെൺകുട്ടിയുടെ ജീവിതം. വിനോദിനൊരു വിവാഹാലോചന വരുന്നതിന് മുൻപേ വിദ്യയുടെ വിവാഹം നടത്തണമെന്നാ. ഇപ്പോഴേ ആലോചിച്ച രാഹുലിൻ്റെ ആണ്ട് കഴിയുമ്പോഴേക്കും നടത്താലോ. മനുപ്രസാദ് ഗ്ലാസ്സിൽ വെള്ളമെടുത്തൊരു കവിൾ കുടിച്ചു. അവരുടെ ഇഷ്ടം, നമുക്കെന്താ അല്ലേ? മനസ്സിൽ വീണ കലക്കം മായ്ക്കാൻ ശ്രമിക്കും പോലെ അവൻ പുഞ്ചിരിച്ചു. അങ്ങനെയല്ല മനു, നമ്മുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാനാണ് ഏട്ടൻ വന്നത്. ഇന്ദുമതി പറഞ്ഞപ്പോൾ മനുപ്രസാദിൻ്റെ നെറ്റി ഒളിഞ്ഞു. എന്തഭിപ്രായം? വിദ്യയുടെ കല്യാണത്തിന് അഭിപ്രായം പറയാൻ നമ്മളാരാ? പരിഹസിച്ചാലും മനസ്സിലാകാതെയായോ അമ്മയ്ക്ക്? ധർമ്മസങ്കടത്താൽ ഇന്ദുമതി ഉരുകി. പരിഹസിച്ചതൊന്നും അല്ലടാ, അവരുടെ മനസ്സിലിപ്പം നീയാ. വിദ്യയെ വിവാഹം കഴിക്കാൻ നിനക്ക് മനസ്സുണ്ടാകുമോ എന്ന് അറിയാനാ ഏട്ടനിവിടെ വന്നത്. നമ്മൾ ആലോചിച്ചൊരു മറുപടി കൊടുക്കണമെന്നാ പറഞ്ഞു. ഇന്ദുമതി വല്ല വിധേനയും പറഞ്ഞൊപ്പിച്ചു. മനുപ്രസാദിൻ്റെ മുഖത്ത് ഒരു സ്തംഭതയായിരുന്നു. ചന്ദ്രേട്ടനടുത്ത് ചോദിച്ചപ്പോൾ എനിക്കുണ്ടായ വികാരം എന്താണെന്ന് പറയാൻ വയ്യ. ദേഷ്യ, സങ്കടമോ? ഒരു 2ാം കല്യാണത്തിന് താലിമാല വാങ്ങേണ്ട ഗതികേട്ട് നിനക്കെന്താ? ഞാനത് ഏട്ടനോട് തുറന്നു തന്നെ പറഞ്ഞു. അടികൊണ്ടതുപോലെ ചന്ദ്രേട്ടൻ്റെ മുഖം ചുവന്നുപോയി. തലതാഴ്ത്തി പിടിച്ച് കുറേ നേരം ഇരുന്നു. ഞാൻ പറഞ്ഞു, ഏട്ടൻ്റെ മകളുടെ ജീവിതം വലുതാണെങ്കിൽ അതുപോലെ തന്നെ വിലയുള്ളതാ എനിക്കെൻ്റെ മകൻ്റെ ജീവിതം എന്ന്. ഇന്ദുമതി ഒന്ന് നിർത്തി മകനെ നോക്കിയിട്ട് തുറന്നു. കുറച്ചു നേരം എൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നിട്ട് ചന്ദ്രേട്ടൻ എഴുന്നേറ്റ് പോയി. എനിക്ക് വിഷമം തോന്നി. പിന്നാലെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, വിഷമിക്കാൻ വേണ്ടിയല്ല, എൻ്റെ സങ്കടം കൊണ്ടാ ദേഷ്യപ്പെട്ടതെന്ന്. ഇന്ദുമതി മുഖം തുടച്ചു. സാരമില്ല എന്തോന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞു. പണം അളന്നു കൊടുത്ത് വിദ്യയ്ക്ക് പുതുച്ചെറുക്കനെ കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടായിട്ടില്ല ഇങ്ങോട്ട് വന്നതെന്ന്. പണ്ട് മുതലേ സ്നേഹിച്ചവരല്ലേ നിങ്ങൾ രണ്ടാളും. നിന്റെ മനസ്സിൽ ആ സ്നേഹത്തിൻ്റെ ഒരു തരിയെങ്കിലും ബാക്കി കിടപ്പുണ്ടെങ്കിൽ ഇനിയുള്ള ജീവിതത്തിൽ വിദ്യയ്ക്ക് അതൊരു വലിയ ആശ്വാസമായേക്കുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് വന്നതെന്ന്. ഒരിക്കൽ തള്ളിക്കളഞ്ഞ നിന്നെ തിരക്കി വീണ്ടും വന്നത് അതിനേക്കാളൊക്കെ വലുത് അവളുടെ ജീവിതമാണെന്ന് വിചാരിച്ചിട്ടാണെന്ന്. മുറിക്കുള്ളിലെ വായുവിന് ചൂട് പിടിച്ചു തുടങ്ങിയെന്ന് മനുപ്രസാദിന് തോന്നി. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം വീണ്ടും അമ്മയുടെ സ്വരം അവൻ്റെ കാതുകളിൽ വീണു. ആലോചിച്ച് നോക്കിയപ്പോൾ ഏട്ടനെ കുറ്റം പറയാൻ എനിക്കും തോന്നിയില്ല. അവൾ പോയ ശേഷം നിന്റെ ജീവിതം താർന്നു കിടക്കുകയായിരുന്നില്ലേ? പരസ്പരം വീണ്ടെടുക്കാൻ ഇങ്ങനെ ഒരു അവസരം ഈശ്വരനായി സൃഷ്ടിച്ചു തന്നതാണെങ്കിലോ? തീരുമാനം നിൻ്റേതാ.
ഒന്നിനും എനിക്കൊരു വിരോധമില്ല, ഇന്ദുമതി പറഞ്ഞവസാനിപ്പിച്ചു. നെഞ്ചിലേക്ക് ഒരു വലിയ ഭാരം വന്നു അമർന്ന പോലെ മനുവിന് തോന്നി. ഓർമ്മ വച്ച കാലം മുതൽ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഒരു ദേവീ രൂപത്തിലേക്ക് ആരോ തീജോരകൾ പകർന്നിരിക്കുന്നു. അഗ്നി ഇരമ്പുന്ന ഹൃദയത്തോടെ മനുപ്രസാദ് എഴുന്നേറ്റു. ബാഷ്വൈസിനരികിൽ ചെന്നു നിന്ന് പലതവണ അവൻ കയ്യും മുഖവും കഴുകി. അല്പനേരത്തേക്ക് അത് നീണ്ടു നിന്നു. ഒടുവിൽ മുഖം ഒളിപ്പിക്കാനുള്ള വെമ്പലോടെ മനുപ്രസാദ് തൻ്റെ മുറിയിലേക്ക് ഇടർച്ചയോടെ നടന്നുപോയി. അധ്യായം 11. മനുപ്രസാദിന് ഉറക്കം മന്യമായ രാത്രിയായിരുന്നു അത്. തുറന്ന ജനാലയിലൂടെ അയാൾ നോക്കി നിന്നു. നീണ്ടു പരന്നു കിടന്ന റബ്ബർ കാടുകളുടെ അങ്ങേ ചെരുവിലെങ്ങോ ഒരു പ്രകാശം അവൻ കണ്ടു. ആ തോട്ടത്തിലെ റബ്ബർ മെഷീൻ പുരയിലെ വെളിച്ചമായിരുന്നു അത്. വിദ്യമോളുമായുള്ള അവസാന കൂടിക്കാഴ്ച ആ തകര ഷെഡിൽ വെച്ചായിരുന്നല്ലോ എന്ന് മനു ഓർമ്മിച്ചു. തൻ്റെ ഷെഡിൻ്റെ പിൻവശത്തെ തകിടുവാതിൽ തുറന്ന് അകത്ത് കയറി കാത്തിരുന്നു. രാത്രിയിലെപ്പോഴോ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് പുറത്തിറങ്ങി അവൾ ഷെഡിലെത്തി. മുൻപൊരിക്കലും അത്തരമൊരു ഒളിച്ചുകളിയുടെ ആവശ്യമുണ്ടായിട്ടില്ല. ഇവിടെയോ കളരിക്കൽ വീട്ടിലോ വിലക്കുകൾ ഉണ്ടായിരുന്നില്ല. ബാല്യത്തിൻ്റെ കളിവരമ്പുകളിൽ പെറ്റിക്കോട്ടുകാരിയായി വിദ്യമോളെ ഓർമ്മയുണ്ട്. ഒഴിവുകാലങ്ങളിൽ ഇവിടെയായിരുന്നു തങ്ങൾ ആഘോഷിച്ചിരുന്നത്. ഈ തൊടിയിലും പറമ്പിലുമൊക്കെ തൻ്റെ ഒപ്പം പാഞ്ഞെത്താനുള്ള ആവേശത്തോടെ അവൾ ഓടി നടന്നിട്ടുണ്ട്. മുറ്റത്തൊരു പൂ വിരിഞ്ഞാൽ, ഒരു മാങ്കനി വീണാൽ ആദ്യം അറിയുന്നത് അവളാണ്. മന്നോട്ടാ, എനിക്കത് വേണം. വിദ്യമോൾ കൈച്ചൂണ്ടി നിൽക്കുന്ന ഏത് എത്താക്കൊമ്പത്താണെങ്കിലും അവിടേക്ക് പാഞ്ഞു കയറാൻ തനിക്കെന്ത് ഉത്സാഹമായിരുന്നു. മനോട്ടാ, എനിക്കൊരു ഓലപ്പന്തുണ്ടാക്കി തരുമോ? അന്നൊക്കെ അവധിക്കാലമൊക്കെ പറഞ്ഞാൽ ആർത്തു വിളിച്ച് പിന്നാലെ ഓടി വരുന്ന ഒരു പെറ്റിക്കോട്ടുകാരിയാണ് ഓർമ്മ വരിക. പിന്നീടെപ്പോഴോ അവധിക്കാലങ്ങളിൽ വിദ്യമോൾ ഇവിടേക്ക് വരാതെയായി. എങ്കിലും സ്നേഹത്തിൽ പൊതിഞ്ഞ ആ ഒഴിവുകാല സ്മരണകൾ അവളുടെ മനസ്സിൽ കിടന്ന് തിളങ്ങുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ചുണ്ടിലെ മൃദു മന്ദഹാസവും കണ്ണിലെ തിളക്കവും തന്നോട് മാത്രമുള്ള മമതയും വെളിപ്പെടുത്തിയിരുന്നു. കളിക്കൂട്ടുകാരിയോടുള്ള ആ സ്നേഹബന്ധത്തിന് നിറഭേദം വന്നു തുടങ്ങിയത് എന്നാണെന്ന് കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയില്ല. ചെറുപ്പം മുതലേ വിദ്യമോൾ നിന്റെ പുറപ്പെണ്ണാണെന്ന് കേട്ടിരുന്നുവെങ്കിലും അതിൻ്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് തിരിച്ചറിവുണ്ടായിരുന്നില്ല. പെൺകുട്ടികളോടുള്ള സമീപനത്തിൽ നിറങ്ങൾ കലരുന്ന കൗമാരഘട്ടത്തിലെങ്ങോ ഹൃദയത്തിൽ പ്രണയമങ്കുരിച്ചു. പെറ്റിക്കോട്ടുകാരിയിൽ നിന്ന് നീളം പാവാടയുടെ ശാലീനതയിലേക്ക് വിദ്യമോൾ വളർന്നിരുന്നു. നീളൻ മുടിപ്പിന്നലുകൾക്കും നീർമിഴികൾക്കും പിടഞ്ഞുണരുന്ന ഭാവഭക്ഷ്യതകൾക്കും ഹൃദയമിടിപ്പിനെ നിശ്ചലമാക്കാനുള്ള മാന്ത്രികതയുണ്ടെന്ന് താൻ തിരിച്ചറിയുകയായിരുന്നു. അവൾ അറിയാതെ തന്നെ അവളുടെ വഴികളിൽ കൂട്ടുനടക്കുക അന്നത്തെ രസമായിരുന്നു. താനെന്ന സഹയാത്രികനെ വിദ്യമോളും പതിയെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. ഒരിക്കൽ അവൾ നേരിട്ട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ഒളിച്ചു കളിക്കണേ? എൻ്റെ കൂടെ വന്നാലോ ഒപ്പം നടന്നാലോ എന്താ പ്രശ്നം? മറുപടി പറയാതെ ഞാൻ മന്ദഹസിച്ചതേ ഉള്ളൂ. പറ മനോട്ടാ, എന്താ കുഴപ്പം? മറഞ്ഞിരുന്ന് വിദ്യമോളെ കാണുന്നതാണ് എനിക്കിഷ്ടം. ആ ചിരി, വർത്താനം, കൂട്ടുകാരോടത്തുള്ള നടത്തം, അതാ അതിൻ്റെ രസം. ഒന്നും മനസ്സിലാകാതെ വിടർന്ന കണ്ണുകളിൽ ഒരു വിസ്മയം വിടർത്തി നിൽക്കുന്ന ആ മുഖം ഇപ്പോഴും ഹൃദയത്തിലുണ്ട്. അപ്രതീക്ഷിതമായ ചില തിരിഞ്ഞുനോട്ടങ്ങളിൽ, ഒഴിഞ്ഞുമാറാനാകാത്ത ആൾക്കൂട്ട തിരക്കുകളിൽ അവളുടെ കൺമുനകൾ തൻ്റെ മുഖം അറിയാതെ കുടുങ്ങി നിന്നിട്ടുണ്ട്. ക്രമേണ ആ ഒളിച്ചുകളിയുടെ രഹസ്യം അവൾക്കും മനസ്സിലായി തുടങ്ങി. പ്രത്യേകിച്ചൊരു വാക്കുപോലും പറയാതെ, നേർത്തൊരു സ്പർശനത്തിൻ്റെ പോലും പിന്തുണയില്ലാതെ, അതീവ ഹൃദ്യമായ ഒരു മന്ദസ്മിതത്തിലൂടെ വിദ്യമോളും ആ സ്നേഹവികാരത്തെ അംഗീകരിക്കുന്നു എന്ന് വെളിപ്പെടുത്തി. അതോടെ അന്നുവരെയുള്ള ലോകം മാറിമറിയുകയായിരുന്നു. കാഴ്ചകൾക്ക് പ്രത്യേകമായൊരു വർണ്ണപ്പൊലിമ, ഹൃദയാകാശത്തിൽ നീലശോഭയും നക്ഷത്രത്തിളക്കവും, എല്ലായിടത്തും പ്രണയം മാത്രം. ജേർണലിസം കോഴ്സ് പൂർത്തിയാക്കി ബാംഗ്ലൂരുവിലെ ഒരു പത്രസ്ഥാപനത്തിലേക്ക് ട്രെയിൻ കയറുമ്പോൾ ഏറ്റവും വലിയ വേദന വിദ്യമോളെ പിരിയുന്നതിലായിരുന്നു. വേർപാടിൻ്റെ വേദന അവൾക്കും ദുസ്സഹമായിരുന്നു. 1.5 മാസത്തിന് ശേഷം ആദ്യത്തെ ലീവിൽ നാട്ടിലെത്തിയപ്പോൾ തമ്മിൽ കാണാൻ എന്തൊരു തിടുക്കമായിരുന്നു. സ്റ്റൈപ്പൻഡിൽ നിന്നും മിച്ചം പിടിച്ചു വാങ്ങിയ വിലപിടിച്ചതല്ലാതെ ഒരു ചുരിദാർ താൻ അവൾക്കായി വാങ്ങിയിരുന്നു. ഇഷ്ടപ്പെടുമോ എന്ന സംശയത്തോടെയാണ് അത് കൊടുത്തത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അന്നത്തെ മാനസികാവസ്ഥയിൽ
അത് സഹിക്കാനാവുമായിരുന്നില്ല. കവർ പൊട്ടിച്ച് ചുരിദാറെടുത്ത് നോക്കിയ വിദ്യമോൾ അത് നെഞ്ചോട് ചേർത്തു. സത്യം പറയാലോ, ഇത്രയും വിലപിടിപ്പുള്ള ഒന്നും എനിക്കിതുവരെ കിട്ടിയില്ല. എൻ്റെ മനുവേട്ടൻ്റെ സമ്മാനമല്ലേ ഇത്. ഹൃദയം നിറഞ്ഞുപോയി. സ്വയം അറിയാതെയാണ് അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുണ്ടമർത്തിയത്. ഒരു നിമിഷം സ്നേഹത്തിൽ കുതിർന്നലിഞ്ഞ് അവൾ നെഞ്ചോട് ചേർന്ന് നിന്നു. പിന്നെ ലജ്ജയോടെ അകന്നു മാറി അകത്തേക്ക് ഓടി മറഞ്ഞു. അതൊരു ആനന്ദമായിരുന്നു അന്നൊക്കെ. കാർമേഘങ്ങളില്ലാതെ സ്വച്ഛമായി കിടക്കുന്ന നീലാകാശം പോലെ ജീവിതം. ജാതകപ്രശ്നം വില്ലനായി തലവെക്കുമ്പോഴും തനിക്ക് ഭയാശങ്കകളൊന്നുമില്ലായിരുന്നു. വിദ്യമോൾ കൂടെ നിൽക്കും. അത് ഉറപ്പിക്കുന്ന മട്ടിൽ പലതവണ അവൾ ആവർത്തിച്ചിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഒന്ന് വിളിച്ചാൽ മതി. ഏതിരുട്ടിലേക്കും ഞാനിറങ്ങി വരാം. തൽക്കാലം ഈ വിഷയത്തെക്കുറിച്ച് അധികം സംസാരിക്കാനോ ആരുമായി കലഹിക്കാനോ പോകണ്ട. സമയമാവുമ്പോൾ എന്താ വേണ്ടതെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം, താൻ ഉപദേശിച്ചു. തിരുവല്ലക്കാരൻ ഒരു ടെക്സ്റ്റൈൽസ് മുതലാളിയുമായി വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണെന്ന് വിദ്യ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. ഇനിയും കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നി. അന്ന് ആഷിമ സേവ്യർ മാത്രം പറഞ്ഞു, എതിർപ്പുകൾ തുടങ്ങിയപ്പോഴോ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടാൽ മതിയായിരുന്നു. ഇതിപ്പോൾ വേണ്ടത്ര സമയം കിട്ടില്ലടാന്ന്. വൈകിട്ടില്ലെന്ന് തന്നെയായിരുന്നു തൻ്റെ വിശ്വാസം. പിറ്റേത്തെ ആഴ്ച തന്നെ ലീവ് ശരിയാക്കി നാട്ടിലെത്തി. കൂട്ടിക്കലുള്ള സുഹൃത്ത് രാജീവും അൽത്താഫും ചേർന്നാണ് രജിസ്റ്റർ മാരേജിനുള്ള പദ്ധതികൾ തയ്യാറാക്കിയത്. നാട്ടിലെത്തിയ രാത്രി വിദ്യമോൾ വിളിച്ചു. മനുവേട്ടാ, എനിക്കൊന്ന് നേരിൽ കാണണമല്ലോ, വരുമോ? ആ തകർന്ന ഷെഡിലായിരുന്നു സംഗമവേദി. ഷെഡിനുള്ളിലേക്ക് വന്നു കയറിയതേ അവൾ തൻ്റെ നെഞ്ചിലേക്ക് വീണു. വിരലുകൾ ഉരുക്കുകമ്പികൾ പോലെ പുറത്ത് മുറുകി വേദനിപ്പിച്ചു. നെറ്റി നെഞ്ചിലമർത്തി ശ്വാസമടക്കി നിൽക്കുകയാണ്. നിമിഷങ്ങളോളം ഞാൻ പതുക്കെ മുഖം പിടിച്ചുയർത്തി. കവിളിൽ കരുവാളിപ്പുകൾ. ദീർഘനേരം കരഞ്ഞിട്ടെന്ന പോലെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ. അടക്കിപ്പിടിച്ച ഹൃദയവിചാരങ്ങൾക്കും മുദ്ര ചാർത്തിയെന്ന പോലെ ചുണ്ടുകൾ ചേർത്തമർത്തിയിരിക്കുകയാണ്. സാരമില്ല, നമ്മുടെ കല്യാണത്തിന് ഇനി അധികം സമയമുണ്ടാവില്ല മോളെ. രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് പേടിക്കാനാ? അമ്മയുണ്ട് നമ്മുടെ കൂടെ. ഒരു വിതുമ്പൽ. വിദ്യ പിന്നെയും മുഖം തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. കണ്ണീരൊഴുക്കിക്കൊണ്ടേയിരുന്നു. മണിക്കൂറുകൾ അതേ നിലയിൽ കടന്നുപോയി. വിദ്യമോൾ ഒന്നും സംസാരിച്ചിരുന്നില്ല. അതേ നിൽപ്പ് അവസാനം എപ്പോഴോ തങ്ങൾ പിരിയുകയാണെന്നൊരു തോന്നൽ തൻ്റെ ഹൃദയത്തിലേക്ക് ഉയർന്നു വന്നു. വിദ്യമോൾ മുഖമുയർത്തി തന്നെ നോക്കി. മനുവേട്ടാ, എനിക്കൊരു ഉമ്മ തരുമോ? പാടെ തകർന്നുപോയ ഒരു ഹൃദയത്തിൽ നിന്നായിരുന്നു ആ ചോദ്യമെന്ന് തോന്നി. അവളുടെ തൂനെറ്റിയിലേക്ക് ചുണ്ടുകളമർത്തുമ്പോൾ തൻ്റെ കണ്ണിലേക്ക് നനവൂറി വന്നു. അവൾ നെഞ്ചിൽ നിന്നും പതിയെ അടർന്നു മാറിയപ്പോൾ ചിറകുകൾ ശരീരത്തിൽ നിന്നും പറന്നുപോയ പക്ഷിയെപ്പോലെ ഹൃദയം പിടഞ്ഞുകൊണ്ടിരുന്നു. തിരികെ വീട്ടിലെത്തിയപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. ഉറക്കം വരാതെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. വെളുപ്പാങ്കാലത്ത് എപ്പോഴോ ആണ് ഹൃദയത്തെ ഒരുക്കി ആത്മാവിനെ തീപിടിപ്പിച്ച് വിദ്യമോളുടെ സന്ദേശം എത്തിയത്. എന്നോട് ക്ഷമിക്കണേ. അതാണ് യാത്രാമൊഴി. അവിടേക്കെത്താൻ അവൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാകുമെന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്. ഹൃദയത്തെ നീറ്റുകയും ആത്മാവിനെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ടാവണം. ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള ഇടനാഴികളിലൂടെ തീപിടിച്ച മനസ്സോടെ ഓടി നടന്ന് എരിഞ്ഞിട്ടുണ്ടാവണം. അല്ലാതെ വിദ്യമോൾക്ക് മനുവേട്ടനെ മറക്കാൻ കഴിയുമായിരുന്നില്ല. മറ്റാരേക്കാൾ നന്നായി തനിക്കത് അറിയാമായിരുന്നു. അതുതന്നെയായിരുന്നു ഏറ്റവും വലിയ വേദനയും. ആ സ്നേഹം തീരാത്ത വേദനകളും മായാത്ത മുറിവുകളും ഹൃദയത്തിൽ സൃഷ്ടിച്ചു. എങ്കിൽ പോലും വിദ്യമോളോടത്തുള്ള ആ പ്രണയവർഷങ്ങൾ നൽകിയ ആനന്ദാനുഭൂതികൾ മറ്റെല്ലാ വേദനകളും നിഷ്പ്രഭമാക്കാൻ പര്യാപ്തമായിരുന്നുവെന്ന് മനുപ്രസാദിന് തോന്നി. എത്രയൊക്കെ വേദനിച്ചാലും മനസ്സ് സ്നേഹത്തെ തിരഞ്ഞ് കാതങ്ങൾ സഞ്ചരിക്കുന്നത് അതിന് പകരം വെക്കാൻ ആത്മാവോളം ചെല്ലുന്ന മറ്റൊരനുഭൂതി ഇല്ല എന്നതുകൊണ്ട് തന്നെയല്ലേ. ജനലഴികളിലൂടെ അരിച്ചെത്തിയത് തണുപ്പിൽ തൊട്ടുകൊണ്ടുള്ള ഈ നിൽപ്പ് എത്ര നേരമായെന്ന് മനുപ്രസാദിന് അറിയില്ലായിരുന്നു. നീ കിടന്നില്ലേ ഇതുവരെ? ഇന്ദുമതിയുടെ ചോദ്യം കേട്ട് മനുപ്രസാദ് ഞെട്ടലോടെ തലതിരിച്ചു. വാതിക്കൽ നിന്നും ഇന്ദുമതി മുറിയിലേക്ക് കയറി വന്നു. സമയം എത്രയായെന്ന് വല്ല ബോധമുണ്ടോ? മനു ചുവർ ക്ലോക്കിലേക്ക് നോക്കി. 3 മണി കഴിഞ്ഞിരിക്കുന്നു. ഒരേ നിൽപ്പിൽ കാലുകൾ രണ്ടും തടി പോലെയായിരിക്കുന്നു. അവ തറയിലൂന്നി സൂചികൾക്ക് മീതെ എന്ന പോലെ മനുപ്രസാദ് നടന്നു വന്ന് കട്ടിലിരുന്നു. ഞാൻ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റതാ.
ജീരകവെള്ളം എടുക്കാൻ വന്നപ്പോൾ ഇവിടെ ലൈറ്റ് കിടക്കുന്നത് കണ്ടു. നീ എന്താ കിടക്കാഞ്ഞത്? ഇന്ദുമതി ചോദിച്ചു. ഉറക്കം വന്നില്ലമ്മേ. ഓരോന്നാലോചിച്ച് അങ്ങനെ നിന്നുപോയി. മനുപ്രസാദിൻ്റെ ശബ്ദം അടഞ്ഞിരുന്നു. ചന്ദ്രേട്ടൻ പറഞ്ഞ കാര്യമാണോടാ? അതേ എന്ന അർത്ഥത്തിൽ മനുപ്രസാദ് ശിരസനക്കി. ഇന്ദുമതിക്ക് ഒരു ധൈര്യം അനുഭവപ്പെട്ടു. എന്നിട്ട് നീ എന്തെങ്കിലും തീരുമാനിച്ചോ? മനുപ്രസാദ് ചുവന്ന കണ്ണുകളോട് അമ്മയെ നോക്കി. ആരെങ്കിലും വിദ്യമോളോട് അഭിപ്രായം ചോദിച്ചോ? നീയാണെങ്കിൽ അവൾക്ക് വിരോധമുണ്ടാവില്ലെന്ന് ഏട്ടൻ പറഞ്ഞത്. മനുപ്രസാദ് ഒന്ന് ശ്വാസം വലിച്ചെടുത്തു. എനിക്ക് വിരോധമില്ല അമ്മേ. സമ്മതം. ഇന്ദുമതിക്ക് ഒരു വല്ലായ്മ തോന്നി. പ്രകടിപ്പിച്ചില്ലെങ്കിലും മകൻ്റെ വധുവായി ഒരു പുതുപ്പെണ്ണ് വന്നു കയറണമെന്ന് ആഗ്രഹം മനസ്സിൽ കിടക്കുന്നു. നീ നല്ലതുപോലെ ആലോചിച്ചിട്ടാണോ? അവളെ പണ്ടത്തെ വിദ്യാലക്ഷ്മി അല്ലെന്ന് ഓർമ്മ വേണം. ഒരു വിധവയാണ്. മരിച്ചു പിറന്നതാണെങ്കിലും ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. ശരീരത്തിനും മനസ്സിലും അതിൻ്റേതായ അടയാളങ്ങൾ ബാക്കി കിടപ്പുണ്ടാവും. ന്യൂനതകളൊന്നും അത്ര ചെറുതല്ലെന്ന് മറക്കല്. മനുപ്രസാദിൻ്റെ മുഖത്ത് വേദന കലർന്ന ഒരു മന്ദഹാസം ഉണ്ടായി. എനിക്കറിയാം അമ്മ, നിങ്ങളുടെയൊക്കെ കണ്ണിൽ അവൾക്ക് ഒരുപാട് പോരായ്മകളുണ്ടാവും. പക്ഷേ ഈ ജന്മത്തിലെന്നല്ല, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ പോലും അവളോളം വലുതല്ല എനിക്ക് മറ്റൊരു പെണ്ണും. ഏതവസ്ഥയിലും നിറഞ്ഞ മനസ്സോടെ ഞാൻ അവളെ സ്വീകരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇത്രനാൾ ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? മനുപ്രസാദിൻ്റെ കണ്ണുകളിൽ ഒരു നനവുണ്ടായിരുന്നു. അവൻ്റെ ശബ്ദത്തിലെ ആത്മാർത്ഥതയാവട്ടെ അനിഷേധ്യവും. ഇന്ദുമതിക്ക് ഒരു കുറച്ചിൽ അനുഭവപ്പെട്ടു. സ്നേഹം കൊണ്ട് ആകാശഗോപുരം കയറിയ മകൻ്റെ മുൻപിൽ ഒരു നിമിഷം ചെറുതായി തീർന്നുവെന്ന് അവൾക്ക് തോന്നി. രാവിലെ ഇന്ദുമതി ചന്ദ്രശേഖരനെ വിളിച്ച് മനുപ്രസാദിന് വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിച്ചു. മനസ്സോടെ തന്നെയാണോ ഇന്ദു? അതോ ഞങ്ങളുടെ വിഷമം കണ്ട് നീ അവനെ നിർബന്ധിച്ചോ മറ്റോ സമ്മതിപ്പിച്ചതാണോ? പുറമെ വിരോധം ഭാവിച്ചാലും ഇന്ദുമതി തൻ്റെ പക്ഷത്തെ നിൽക്കൂ എന്നറിയാവുന്നത് കൊണ്ടാണ് ചന്ദ്രശേഖരൻ അങ്ങനെ ചോദിച്ചത്. ഇന്ദുമതിക്ക് സത്യം മറച്ചു വയ്ക്കാനാവുമായിരുന്നില്ല. നിർബന്ധിക്കാനല്ല, നിരുത്സാഹപ്പെടുത്താനേ ഞാൻ ശ്രമിച്ചുള്ളൂ. പക്ഷേ ഇപ്പോഴും വിദ്യമോളെന്ന് വെച്ചാൽ അവന് ജീവനാ. എനിക്കത് മനസ്സിലായി. ഏട്ടൻ്റെ മോള് ഭാഗ്യവതിയാണ്. അനൽപമായ ആശ്വാസത്തോടെയാണ് ചന്ദ്രശേഖരൻ ഫോൺ വെച്ചത്. അപ്പോൾ തന്നെ അയാൾ വിമലയോട് കാര്യം അവതരിപ്പിച്ചു. മനുപ്രസാദ് വിദ്യയെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നറിഞ്ഞ വിമല അമ്പരന്നു. വിദ്യയ്ക്കൊരു പുനർവിവാഹം എന്ന ചർച്ച നടത്തി ആഴ്ചകൾക്കുള്ളിൽ ഇങ്ങനെ ഒരു വഴിത്തിരിവുണ്ടാവുമെന്ന് വിമല പ്രതീക്ഷിച്ചിരുന്നില്ല. നീ തന്നെ വേണം വിദ്യയോട് ഇക്കാര്യം പറഞ്ഞ് സമ്മതം വാങ്ങാൻ. ഞാനുമായി അവളിപ്പോൾ അധികം മിണ്ടാറില്ല. അല്ലെങ്കിലും മനുവിനെ അത്ര എളുപ്പം അവൾക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. വിമല പ്രതിസന്ധിയിലായി. ഞാൻ എങ്ങനെ ചന്ദ്രേട്ട അവളോട് ഇക്കാര്യം പറയുന്നത്? അവളുടെ ഉള്ളു കത്തുന്നത് എനിക്ക് കാണാം. ആഴ്ചയിൽ 3-4 അനാഥാലയങ്ങൾ അവൾ സന്ദർശിക്കുന്നുണ്ട്. വലിയ വേദനകളും വിഷമതകളും അനുഭവിക്കുന്നവർക്കിടയിൽ നിന്നും തൻ്റെ സങ്കടം മായ്ക്കാൻ ശ്രമിക്കുകയാണ് അവൾ. ഒരു കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവളുടെ മുൻപിൽ എങ്ങനെ പോയി നിൽക്കും? ചന്ദ്രശേഖരൻ ദേഷ്യമായി. ഒരു വിധത്തിൽ എല്ലാം പരിഹരിക്കുകയാണ്. അയാൾ രോക്ഷത്തോടെ ഭാര്യയെ നോക്കി. സമയവും സന്ദർഭവും ഒത്തിണങ്ങിയിട്ട് ചോദിക്കാനിരുന്നാൽ മനു അവൻ്റെ പാട്ടിന് പോകും. രാഹുലിനേക്കാൾ കൂടുതൽ കാലം വിദ്യയെ സ്നേഹിച്ചു നടന്നത് മനുവിനെയല്ലടി. അതുകൊണ്ട് ആ സ്നേഹബന്ധം മനസ്സിലിട്ടുകൊണ്ട് അവൾ നടക്കുന്നതെന്നാണോ നിങ്ങളുടെ വിചാരം? വേണമെന്ന് വെച്ചാൽ അവൾക്ക് ഇനിയും മനുവിനെ സ്നേഹിക്കാമല്ലോ. അതിനുള്ള യോഗ്യത അവനുണ്ടല്ലോ. എന്തായാലും രാഹുൽ പോയില്ലേ. ഒരു TV കേടായാൽ അടുത്ത TV വാങ്ങാമല്ലോ എന്നുള്ള ഹോം അപ്ലയൻസസിൻ്റെ രീതിയൊന്നും ഇവിടെ ചിലവാകില്ല ചന്ദ്രേട്ട. അവളുടെ മനസ്സിലെന്താണെന്ന് ഒന്ന് കാണാൻ ശ്രമിക്കുക. എനിക്കൊന്നും കാണണ്ട. ഇതുവരെ കണ്ടതും അനുഭവിച്ചതും ഒക്കെ ധാരാളം. നിനക്ക് ഈ വിഷയം വിദ്യയോട് സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ? ഇല്ല, വിമല സംശയമില്ലാതെ പറഞ്ഞു. ശരി, ഞാൻ തന്നെ പറയാം. അനുസരിച്ചില്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ചന്ദ്രശേഖരൻ വെട്ടിത്തിരിഞ്ഞു പോയി കളഞ്ഞു. മറ്റൊരു ഹലകത്തിന് കൂടി വാതിൽ തുറക്കുകയാണെന്ന് വിമലയ്ക്ക് തോന്നി. ആ ഞായറാഴ്ച ചന്ദ്രശേഖരന് ഒരു അനുകൂലമായൊരു അവസരം വീണുകിട്ടി. വിമലയും വിനോദും ക്ഷേത്ര ദർശനത്തിന് പോയിരിക്കുകയായിരുന്നു. ചന്ദ്രശേഖരൻ ഹാളിൽ സെറ്റിയിലിരുന്ന് പത്രപാരായണത്തിലും വിദ്യ ഒരു ഹാൻഡ് ബാഗും തൂക്കി കോണിപ്പടികളിൽ ഇറങ്ങി വന്നു. അച്ഛനെ കണ്ട് അവളൊന്ന് പതറി. ചന്ദ്രശേഖരനും മകളെ കണ്ടു. നിറം മങ്ങിയ ഒരു ചുരിദാറാണ് വേഷം. കാതിലെ മൊട്ടുകമ്മലല്ലാതെ മറ്റ് ആഭരണങ്ങളൊന്നുമില്ല. വിദ്യ പതിയെ ഹാളിലേക്ക് വന്നു. നീ എവിടെ പോകുക എത്ര രാവിലെ? ചന്ദ്രശേഖരൻ ചോദിച്ചു. സിസ്റ്റർ ജോസഫൈൻ്റെ കൂടെ ഒരിടം വരെ പോകണം.
പേപ്പർ ടീപ്പോയിലേക്കിട്ട് ചന്ദ്രശേഖരൻ എഴുന്നേറ്റു. എവിടം വരെ? ഏത് പഞ്ചായത്തുള്ള അനാഥ മന്ദിരമാണ് നീ പുതുതായി കണ്ടുപിടിച്ചിരിക്കുന്നത്? അച്ഛാ പ്ലീസ്, എന്നോട് വഴക്കിന് വരല്ലേ. ഒരു കാറ്റിനോട് പോലും എതിരിട്ട് നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. വിദ്യയുടെ സ്വരം ഇടറുകയും കണ്ണുകളിൽ നനവ് പടരുകയും ചെയ്തിരുന്നു. ഞാൻ നിന്നോട് ഒരു വഴക്കിനുമില്ല. എൻ്റെ മകളല്ലേ നീ. ചില കാര്യങ്ങൾ പറയുന്നുള്ളൂ, അത് കേൾക്കണമെന്ന് മാത്രം. നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്കിപ്പോൾ പോകണം. സിസ്റ്റർ വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് എനിക്കും പറയാനുള്ള ഒന്നാമത്തെ കാര്യം. ഇനി മുതൽ നീ ഒരു ഓർഫനേജും സന്ദർശിക്കാൻ പോകണ്ട. പുറത്തു പോകണമെങ്കിൽ ഞാനോ വിമലയോ വരാം. സിനിമയ്ക്കോ പാർക്കിലോ ബീച്ചിലോ പോകാം. ഡ്രസ്സോ ജുവൽസോ എന്ത് വേണമെങ്കിലും വാങ്ങാം. എനിക്കൊന്നും വേണ്ട. അച്ഛനീ പറഞ്ഞ ഒരിടത്തു നിന്നും ഒരു സന്തോഷവും സമാധാനവും എനിക്ക് കിട്ടില്ല. പിന്നെ എല്ലാ ദിവസവും ഓരോ അനാഥാലയം കണ്ടുപിടിച്ച് അതിൻ്റെ തിണ്ണയിൽ പോയിരുന്ന് കരഞ്ഞാലേ നിനക്ക് സമാധാനം കിട്ടുമെന്നാണോ? തർക്കിക്കാൻ ഞാനില്ല. ഇപ്പോൾ എനിക്ക് പോകണം. സിസ്റ്ററിൻ്റെ സമയം വിലപ്പെട്ട. നിൻ്റെ സമയവും ജീവിതവും വിലയുള്ളത് തന്നെയാണ്. അതിങ്ങനെ വെറുതെ പാഴാക്കി കളയാൻ ഞാൻ സമ്മതിക്കില്ല. നീ വരുന്നില്ലെന്ന് ഞാൻ തന്നെ സിസ്റ്ററെ വിളിച്ച് പറഞ്ഞോളാം. ജുബയുടെ പോക്കറ്റിൽ നിന്നും ചന്ദ്രശേഖരൻ മൊബൈലെടുത്ത് വിദ്യ ഹാൻഡ് ബാഗ് ഒരു ടേബിളിന് മീതെ കെട്ടി. ഞാൻ ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. എൻ്റെ മുറിയിൽ അടച്ചിരുന്നോളാം. അച്ഛന് തൃപ്തിയാട്ടെ. അതുകൊണ്ടൊന്നും തൃപ്തിയായില്ല. മകളുടെ ജീവിതം യോഗ്യനായ ഒരു പുരുഷൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാലേ ഏതൊരച്ഛനും തൃപ്തിയാവും. ആ കടമ അച്ഛൻ നിറവേറ്റിയതല്ലേ. എൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിച്ചാൽ മതി. തിരുത്താനാവാത്ത ഒരു വിധിയില്ല. അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വിവാഹത്തിന് നീ മനസ്സുകൊണ്ട് തയ്യാറായാൽ മാത്രം മതി. വിദ്യ ഒരു നിമിഷം അച്ഛൻ്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. അവിടെ ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്ന ഭാവം. വിദ്യ തൻ്റെ ബാഗുമെടുത്ത് തിരിച്ച് കോണിപ്പടികൾക്കരികിലേക്ക് നടന്നു. സ്റ്റെപ്പുകൾ പാടിക്കയറിയപ്പോഴേക്കും ചന്ദ്രശേഖരൻ്റെ ശബ്ദം വീണ്ടും കേട്ടു. നിൽക്ക്. വിദ്യ നിന്നുപോയി. അയാൾ കോണിപ്പടികൾക്ക് ചൂട്ടിലേക്ക് വന്നു. എൻ്റെ മോളെന്ന സ്ഥാനം വേണമെങ്കിൽ നീ മറ്റൊരു വിവാഹത്തിന് സമ്മതം പറയണം. വിദ്യ മുറുകിയ മുഖത്തോടെ അച്ഛനെ നോക്കി. ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ ചെന്നെടുക്കാനുള്ളതെല്ലാം എടുത്തിറങ്ങിക്കോ. ഇനി മുതൽ നീ താമസിക്കുന്നത് നെടുമ്പുരക്കൽ തറവാട്ടില. ചന്ദ്രശേഖരൻ്റെ ശബ്ദം പാറ പോലെ ഉറച്ചിരുന്നു. വിദ്യ അന്താളിച്ചു. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങാൻ. വിദ്യയുടെ മുഖത്ത് നിസ്സഹായത നിറഞ്ഞു. അവിടെ ഉള്ളവർ എന്നെ ഉപേക്ഷിച്ചതാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഈ വെല്ലുവിളി? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. നിന്റെ ജീവിതം നശിപ്പിച്ച് കളയാൻ നീ തീരുമാനിച്ചു കഴിഞ്ഞു. വിനുവിൻ്റെ ജീവിതമെങ്കിലും ഞാൻ നോക്കണ്ടേ? വിദ്യയുടെ നെറ്റി ചുളിഞ്ഞു. വിധവയായൊരു പെങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ അവന് നല്ലൊരു ബന്ധം കിട്ടില്ല. നിന്റെ ദുർവാശിക്ക് അവൻ്റെ ജീവിതം കൂടി നശിപ്പിക്കണോ? വിദ്യയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. നിസ്സഹായതയുടെ നെല്ലിപ്പടിക്ക് താൻ ചവിട്ടി നിൽക്കുന്ന ഇടമെന്നാണ് അർത്ഥമെന്ന് അവൾക്ക് മനസ്സിലായി. ഇതിലും താഴുക വയ്യ. അവളുടെ സങ്കടം ചന്ദ്രശേഖരനെ സ്പർശിച്ചു. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നീയൊന്ന് മനസ്സ് വെച്ചാൽ ഈ സങ്കടമൊക്കെ മാറി സന്തോഷത്തോടെ ജീവിക്കാം. എല്ലാം കൊണ്ട് യോജിച്ച ഒരാൾ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായി നിൽപ്പുണ്ട്. ഒരുപക്ഷെ രാഹുലിനേക്കാൾ കൂടുതൽ കാലം നീ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരാൾ. വിദ്യയുടെ കണ്ണുകളിൽ ഒരു നടുക്കമായിരുന്നു. അനേകം ചോദ്യശരങ്ങൾ ഒളിപ്പിച്ചൊരു നോട്ടം ചന്ദ്രശേഖരൻ്റെ മുഖത്ത് വീണു. മനുവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വിദ്യയുടെ മുഖത്ത് ഹൃദയമിടിപ്പ് നിലച്ചതുപോലെ ഒരു നിശ്ചലത പടർന്നു. കഴിഞ്ഞ 1.5 വർഷം നിന്നെ ഓർത്ത് നശിപ്പിച്ച് കളഞ്ഞ ഒരു ജീവിതം അവൻ്റേത്. ഇപ്പം നിന്നെ വിവാഹം ചെയ്യാൻ മുന്നോട്ട് വന്നതിന് പുറകിലും അവൻ്റെ ആ സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം ഒരു സമയത്ത് അവന് വേണ്ടി ഒരുപാട് യുദ്ധം ചെയ്തവളല്ലേ നീ. ചന്ദ്രശേഖരൻ പറഞ്ഞു നിർത്തി. വിദ്യയുടെ മുഖത്ത് ചലനങ്ങളില്ല. അവൾ ആലോചിക്കട്ടെ എന്ന് കരുതി ചന്ദ്രശേഖരൻ കോളിപ്പടി ചൂട്ടിൽ നിന്നും നടന്നുപോയി. വിദ്യ പതിയെ തിരിഞ്ഞ് ഹാൻഡ് റെയിലിൽ പിടിച്ചു. പടികൾക്ക് മീതേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ആയാസം അനുഭവപ്പെട്ടു. പാദങ്ങൾക്ക് കീഴെ നിന്ന് വഴുതി മാറാൻ ശ്രമിക്കുന്ന പടികൾ. വിദ്യ ശ്രമപ്പെട്ട് ചുവടുകൾ പെറുക്കി വെച്ച് അവശേഷിച്ച പടവുകൾ കയറിക്കൊണ്ടേയിരുന്നു. അധ്യായം 12. ക്ഷേത്ര ദർശനം കഴിഞ്ഞെത്തിയ വിമലയോട് ചന്ദ്രശേഖരനാണ് പറഞ്ഞത് മനുപ്രസാദുമായുള്ള വിവാഹാലോചനയെക്കുറിച്ച് വിദ്യയോട് സംസാരിച്ചെന്ന്. വിമലയ്ക്ക് വേവലാതി അനുഭവപ്പെട്ടു. അവൾ എന്തു പറഞ്ഞു ചന്ദ്രേട്ടാ? ഒന്നും പറഞ്ഞില്ല. ആലോചിക്കട്ടെ. തീരുമാനം അനുകൂലമാവുന്നതാണ് എല്ലാവർക്കും നല്ലത്. അയാളുടെ ശബ്ദത്തിൽ ഒരു താക്കീത് ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് വിമലയ്ക്ക് തോന്നി. അന്ന് പകൽ മുഴുവൻ വിദ്യ നിരാഹാരമായിരുന്നു. വിമലയ്ക്ക് സമാധാനമുണ്ടായിരുന്നില്ല. രാത്രിയായപ്പോൾ പാലിൽ ഓട്സ് ചേർത്ത് തിളപ്പിച്ചതൊരു ബൗളിലെടുത്ത് വിമല കോണിപ്പടികൾ കയറി ചെന്നു. മുറിയിൽ വിദ്യ ഉണ്ടായിരുന്നില്ല. പ്രകാശം അണഞ്ഞു കിടന്ന ബാൽക്കണിയുടെ ഹാൻഡ് റെയിലിനരികിൽ
കൈകൾ മാറിലേക്ക് പിണച്ചു കെട്ടി കാറ്റിനഭിമുഖമായി ഒരു നിഴൽ രൂപം പോലെ വിദ്യ നിൽക്കുകയായിരുന്നു. കാറ്റവളുടെ നീളൻ മുടിയിഴകളെ ഉടുപുറവുകളെയും പിന്നിലേക്ക് ഉലച്ചു തള്ളിക്കൊണ്ടിരിക്കുന്നു. വിമല ബാൽക്കണിയിലേക്ക് ലൈറ്റിട്ടതും നടുക്കമറ്റ പോലെ വിദ്യ തിരിഞ്ഞു നോക്കി. അവളേതോ ഗാഠമായ ആലോചനകളിൽ മുഴുകി നിൽക്കുകയായിരുന്നുവെന്ന് വിമലയ്ക്ക് തോന്നി. നീ എന്താ മോളെ, ഭക്ഷണം ഉപേക്ഷിച്ചോ? വിശപ്പില്ല. ഉറക്കമല്ലേ? സമയം 10 കഴിഞ്ഞു. വിദ്യ പിണച്ചു കെട്ടിയ കൈകൾ അഴിച്ചു. ഒരു ദീർഘനിശ്വാസം അയച്ചിട്ട് അവൾ മുറിയിലേക്ക് കയറി. വിദ്യ തൻ്റെ കട്ടിലിൽ ചെന്നിരുന്നത് വിമല ഓട്സുമായി അവളെ സമീപിച്ചു. കഴിക്കി, പട്ടിണി കിടന്ന് ആരോഗ്യം കൂടി നശിപ്പിക്കണ്ട. വിദ്യ അമ്മയുടെ മുഖത്തേക്ക് നോക്കി നിഷേധാർത്ഥത്തിൽ തലയിളക്കി. വിമല സ്പൂണിൽ ഓട്സ് കോരി അവളുടെ മുഖത്തിന് നേരെ കൊണ്ടുചെന്നു. കഴിച്ചോ, അമ്മയല്ലേ തരുന്നത്. വിമലയുടെ സ്വരം ഇടറിയിരുന്നു. ആ നിമിഷം പരിഭവിച്ച് തൻ്റെ മുൻപിലിരിക്കുന്ന മകളൊരു ശിശുവാണെന്ന് അവർക്ക് തോന്നി. എല്ലാവരോടും പിണങ്ങിയാലും അമ്മയുടെ കരുതലും സാന്ത്വനവും സ്നേഹവും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ്. വിദ്യ വാ തുറന്ന് അത് സ്വീകരിച്ചപ്പോൾ വിമലയുടെ കണ്ണുകളിൽ നനവ് പടർന്നു. 1-2 സ്പൂൺ ഓട്സ് കൂടി അവൾക്ക് കോരിക്കൊടുത്തു. പിന്നെ വിദ്യ ബൗൾ വാങ്ങി തനിയെ കുടിച്ചു തീർത്തു. വിശപ്പും ദാഹവും അവളെ അലട്ടുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടി വേണോ? വേണ്ട. വിദ്യ എഴുന്നേറ്റ് പോയി വാ കഴുകി വന്നു. വിമല അവളുടെ കിടക്ക വിരിച്ചിട്ടു. വിദ്യ കട്ടിലിൽ കയറി കിടന്നിട്ട് കൈപ്പടം കണ്ണുകൾക്ക് മീതെ വെച്ച് പ്രകാശത്തെ മറച്ചു കളഞ്ഞു. ഉടലിൽ പടർന്നു തുടങ്ങിയ തണുപ്പിന് മീതേക്ക് ഒരു ഷീറ്റ് നിവർന്നു വീണത് വിദ്യ അറിഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ കട്ടിലേക്ക് ആരോ ഇരിക്കുന്നു. നെറ്റിയിലും മുടിയിഴകളിലുമൊക്കെ സ്നേഹത്തിൻ്റെ തണുപ്പ് പടർന്ന വിരലുകളുടെ സ്പർശം. നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അമ്മയ്ക്കറിയാം നിന്റെ സങ്കടം. വിദ്യ ശ്വാസമടക്കി കിടന്നു. ഇതൊന്നും ലോകത്ത് നടക്കാത്ത കാര്യങ്ങളല്ലല്ലോ എന്ന് കരുത്. സാരല്ല, നമ്മളെത്ര എതിർത്താലും അച്ഛനൊന്ന് തീരുമാനിച്ചാൽ പിന്നോട്ട് മാറില്ല. ഇതിപ്പം മനുവല്ലേ, നിനക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. വിമല ഒന്ന് തീർത്തിയിട്ട് തുറന്നു. ഭർത്താവില്ലാത്ത പെണ്ണിന് ആരുടെ മുന്നിലും ഒരു വിലയില്ല മോളെ. നീ നല്ല പോലെ ആലോചിക്ക്. ഞങ്ങൾ പറയുന്നത് ശരിയാന്ന് നിനക്ക് ബോധ്യപ്പെട്ടോളും. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വിമല എഴുന്നേറ്റ് ലൈറ്റ് അണച്ചിട്ട് അവർ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കണ്ണുകൾക്ക് മീതെ വെച്ചിരുന്ന കൈപ്പടം വിദ്യ മെല്ലെ നീക്കി. കാഴ്ചയിൽ ഇരുട്ടിൻ്റെ തിരശീല അങ്ങനെ തന്നെ അവശേഷിക്കുന്നു. വീണ്ടും ഒരു വിവാഹം. ചുറ്റുമുള്ളവരെല്ലാം ചേർന്ന് അടിച്ചേൽപ്പിക്കുകയാണോ? ഇരുട്ട് മാത്രമാണ് മനസ്സിൽ നിറഞ്ഞു കിടക്കുന്നത്. രാഹുലുമായുള്ള വിവാഹ ദിനത്തിലും നിറങ്ങളൊന്നും മനസ്സിൽ അവശേഷിച്ചിരുന്നില്ല. ഇരുട്ടിൻ്റെ പ്രളയജലം തിരയടിച്ചു വരുന്ന കടൽ പോലെ പ്രശുദ്ധമായ മനസ്സോടെയാണ് വിവാഹമണ്ഡലത്തിലിരുന്നത്. താലി കഴുത്തിൽ വീണതോടെ ഉടമസ്ഥാവകാശ ചുവപ്പ് സീമന്തരേഖയിൽ ചാർത്തപ്പെട്ടതോടെ തിരകൾ മടങ്ങി. വിധിക്ക് കീഴടങ്ങിയ ബലിമൃഗത്തിൻ്റേതുപോലെ ഒരു മരവിപ്പ് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. രാഹുലിൻ്റെ മണിയറയിലേക്ക് പോകും മുൻപ് മുരളിയേട്ടൻ്റെ ഭാര്യ പ്രമീളേച്ചിയാണ് പാൽ ഗ്ലാസ് എടുത്തു വന്നിട്ട് പറഞ്ഞത്, അവനൊരു പാവ, നിനക്കൊരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ലെന്ന്. സങ്കടത്തിൻ്റേതെന്നല്ല, എല്ലാ മൃദുല വികാരങ്ങളുടെയും മീതെ ശൈത്യം പടർന്നു കിടക്കുകയായിരുന്നു. ആദ്യ രാത്രിയിൽ കിടക്കയിൽ ഭർത്താവിനരികെ നിർനിമേഷയായി കിടന്നു. സംഭാഷണപ്രിയനായ രാഹുൽ നുറുങ്ങുവർത്താനങ്ങൾ, പ്രണയാതുര സ്പർശങ്ങൾ, മനസാക്ഷിയുടെ ഓർമ്മപ്പെടുത്തൽ ഉണർന്നുകൊണ്ടിരുന്നു. ഇതാ നിന്റെ ഭർത്താവ്, അവൻ്റെ വീട്, അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, കണ്ടും കേട്ടും മനസ്സിലാക്കിയും ഒരു ജന്മം മുഴുവൻ പിന്തുടരേണ്ട ശീലങ്ങൾ. മനസ്സിൻ്റെ ഭിത്തിയിൽ നിന്നും ഹൃദയമുരുകി ഒരു യുവാവിൻ്റെ ചിത്രത്തെ ഇളക്കി മാറ്റിയിരുന്നു. പകരം ഒരാളുടെ പ്രതിഷ്ഠിക്കുക വയ്യ. ഈ ലോകത്ത് ഒന്നിനെയും സ്നേഹിക്കുക വയ്യ. സ്നേഹമെന്ന വാക്കിനെപ്പോലും വെറുത്തു. ഒരു ദിവസം രാഹുൽ ചോദിച്ചു, മോൾക്ക് ഈ കല്യാണത്തിന് താല്പര്യക്കുറവെന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു പരിഭ്രമം നെഞ്ചിൽ കുലുങ്ങി. അതെന്താ? രാഹുൽ മന്ദഹസിച്ചു. ആഴ്ചയൊന്നു കഴിഞ്ഞു. ഒരേ കട്ടിലിൽ വെറുതെ കിടന്നുറങ്ങുന്നതിനെ മാരീഡ് ലൈഫ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം പറയട്ടെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. വിട്ടുകളയേണ്ടത് എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ കളഞ്ഞേക്കണം. ഇനിയുള്ള ജീവിതം നമ്മുടേത് മാത്രമാണ്. അന്നു മുതൽ അഭിനയിക്കേണ്ടി വന്നു. ഇല്ലാത്ത സ്നേഹം, ഇല്ലാത്ത താല്പര്യം. ക്രമേണ മനസ്സിൽ രാസപരിണാമങ്ങൾ വന്നു തുടങ്ങി. എതിർക്കാനോ മാറി നിൽക്കാനോ കഴിയാത്ത വിധം അത്രയധികമായിരുന്നു സ്നേഹം. കരുതൽ, ലാളനകൾ. പെണ്ണിൻ്റെ മനസ്സ് പുഴ പോലെയാണെന്ന് വേഗം തിരിച്ചറിഞ്ഞു. കടലിൽ ചേരും വരെയുള്ളൂ സ്വതന്ത്രമായൊരു നിലനിൽപ്പ്. ഭർത്തൃസ്നേഹത്തിൻ്റെ കടലിൽ മുങ്ങി
അവൻ്റെ കാമനയുടെ തിരുത്തലുകൾ പതഞ്ഞുയർന്ന് ഉടലും ഉയിരും ഒന്നായിത്തീരുന്ന ദാമ്പത്യ ദിനങ്ങളിലെന്നോ താനെന്ന പുഴ അസ്തിത്വത്തെ വെടിഞ്ഞു. അതുവരെ കാണാത്ത സ്നേഹത്തിൻ്റെ കടലാഴങ്ങൾ, മുത്തുകൾ, ചിപ്പികൾ, പവിഴപ്പുറ്റുകൾ. രാഹുൽ എന്ന സ്നേഹാരവത്തിലിരുന്ന് മനുവേട്ടനെ മറക്കുകയായിരുന്നില്ലേ? രാഹുലിനെ കണ്ടുമുട്ടുന്നത് വരെയുള്ള തൻ്റെ ജീവിതത്തെ മുഴുവനായും മനസ്സിലൊരു കല്ലറ പണിത് നിഗൂഹനം ചെയ്യുകയായിരുന്നില്ലേ? തൻ്റെ ആത്മാന്വേഷണങ്ങളെ താൻ തന്നെ പ്രതിരോധിക്കുകയായിരുന്നു. മറ്റൊന്നിനെയും ആരെക്കുറിച്ചും ഓർക്കാൻ താന് അശക്തയായിരുന്നു. താലിച്ചരട് കഴുത്തിൽ വീണ സുമംഗലിയായിരുന്ന ഈ വിദ്യയുടെ ജനനം, അന്നു മുതലുള്ള ദിവസങ്ങളുടെ ഓർമ്മകളെ കഴിഞ്ഞ 1.5 വർഷക്കാലവും ഹൃദയത്തിൽ താലോചിച്ചിരുന്നുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയൊക്കെ ചെയ്യണം. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പം നമ്മൾ വീണ്ടും നാളെ ഇതിൻ്റെ തുടർച്ചയുമായി കണ്ടുമുട്ടുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ജയശ്രീ വയനാട് സ്റ്റോറീസ്.